ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അറബിക് ഡിഷാണ്. അറബിക് ഷോർബയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അറബിയിൽ ഷോർബ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സൂപ്പ് എന്നാണ് കേട്ടോ. ഓട്സ് വെച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പാണ്. സാധാരണ അറബികളൊക്കെ റമദാനിലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന നല്ലൊരു സൂപ്പാണ്. ഈ ഒരു സൂപ്പിൻ്റെ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ എളാപ്പയാണ് കേട്ടോ. അപ്പോൾ അവർ അവിടുന്ന് ഗൾഫിൽ നിന്നൊക്കെ ഉണ്ടാക്കലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി ഉണ്ടാക്കി നോക്കിയപ്പോൾ. അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വീഡിയോയിലോട്ട് പോകുന്ന മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കേണ്ട. അപ്പോൾ ഈ ഒരു അറബിക് ഷോർബ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പോലും സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണ്ട കേട്ടോ. അറബിക് ഡിഷ് ആണെങ്കിൽ ഒന്നെങ്കിൽ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നെയ്യായാലും കുഴപ്പമില്ല. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഒരു ചെറിയ കഷ്ണം പട്ട, 4 ഏലക്കായ, 4 ഗ്രാമ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, ചിക്കൻ മാഗി ക്യൂബ്, അത് ഒന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ ചിക്കൻ സ്റ്റോക്ക് ഒന്ന് അലിഞ്ഞ് വന്നാൽ നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ഉപ്പ് ചേർക്കേണ്ട കേട്ടോ. നമ്മുടെ ചിക്കൻ സ്റ്റോക്കിൽ തന്നെ നന്നായിട്ട് ഉപ്പുണ്ടാവും. സവാള ഒന്ന് നന്നായിട്ട് വന്ന ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി എടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് മിക്സിയിൽ അടിക്കുക. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്ത തക്കാളിയാണ് കേട്ടോ. തക്കാളിയുടെ തൊലി കളയുന്നതാണ് നല്ലത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. തക്കാളി ചേർത്ത് ഒന്ന് റെഡിയായി വന്നാൽ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടി മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് ആക്കിയതാണ്. 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ പോലും ഉണ്ടാവും കേട്ടോ. അത് ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് റെഡിയായി വന്നാൽ നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് മുഴുവനോടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പച്ചമുളക് കീറിയ കഷ്ണാക്കി ഒന്നും ചെയ്യേണ്ട, അങ്ങനെ മുഴുവനോടെ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവ് കൂടുതലായിട്ട് ഇതിലേക്ക് കിട്ടും ചെയ്യരുത്, ആ ഒരു രീതിയിൽ. ഇനി നമുക്കിതിലേക്ക് ഞാനൊരു 200 ഗ്രാം ബീഫ് എടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുത്തതാണ്. വേവിച്ചതിന് ശേഷം ജസ്റ്റ് ചെറിയ പീസാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബീഫിന് പകരം ചിക്കൻ ആയാലും മതി. ചിക്കനാണെങ്കിലും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ആ ബീഫ് വേവിച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി സാധാരണ വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ എത്രയാണോ സൂപ്പ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കാം കേട്ടോ. അറബിക് ഡിഷിലെ മെയിനായിട്ടുള്ളൊരു സംഭവമാണല്ലോ ഈ ഡ്രൈ ലെമൺ. ഡ്രൈ ലെമണും ചേർത്തതിന് ശേഷം ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി കേട്ടോ. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഡ്രൈ ലെമൺ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം കുറച്ച് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചാലും മതി കേട്ടോ. എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഉപ്പ് പാകമാണോ എന്ന് നോക്കി കൊടുക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ ഉപ്പ് ഇതുവരെ ഇട്ടിട്ടില്ല. ബീഫിലൊക്കെ ഉപ്പ് ഉണ്ടാവുമല്ലോ വേവിച്ചപ്പോൾ, അതും പിന്നെ ചിക്കൻ സ്റ്റോക്കും, അങ്ങനെ അതിലൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വന്നാൽ, ബീഫ് ഓൾറെഡി വെന്തതാണ്, അപ്പോൾ ഇനി വേവാനൊന്നുമില്ലല്ലോ. തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഓട്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ വെള്ളത്തിനനുസരിച്ച്, നിങ്ങൾ കഴിച്ച വെള്ളത്തിനനുസരിച്ച് ഓട്സ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പ് ഓട്സ് ആദ്യം ഇട്ട് കൊടുത്തു, ഒന്ന് മിക്സാക്കി നോക്കി. പിന്നെ ഒരു 1/4 കപ്പും കൂടി ഓട്സ് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ മൊത്തം ഞാനൊരു 3/4 കപ്പ് ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓട്സ് ഇടുന്ന സമയത്ത് ടൈറ്റായി തോന്നുകയെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാ 3/4 കപ്പ് ഓട്സും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് നേരം വേവിക്കാം കേട്ടോ. ഓട്സിന് അധികം വേവൊന്നുമില്ലല്ലോ, അപ്പോൾ ജസ്റ്റ് ഒരു 2 മിനിറ്റ് നേരം അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇതാട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അറബിക് ഷോർബ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായം കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കണ്ട കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില തൂവുന്നുണ്ട്. മല്ലിയില തൂവിയിട്ട് കഴിക്കുന്ന സമയത്തൊന്ന് മിക്സ് ആക്കിയിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് ഷോർബയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ മട്ടൻ വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാം.
അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.